എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് അല്ല കേട്ടോ, അടുത്ത ആഴ്ച വരാൻ പോകുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ചെറിയൊരു റിവ്യൂ ആണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്നുള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മിസ്സാവാതിരിക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇന്ന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി പറയാട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് കുറച്ച് സമാധാനം സന്തോഷമൊക്കെ വേണം, അതിനുവേണ്ടിയിട്ട് നിങ്ങൾ സ്നേഹിച്ച് കാണണം, ഈ വീട്ടിൽ ആരും ഇനി അടിയും വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ മുത്തച്ഛന്റെ ആഗ്രഹപ്രകാരം ആദർശ് പോയിട്ട് നയനയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിലോ മുത്തശ്ശി ആദർശനെ കൊണ്ട് തന്നെ പൂവൊക്കെ ഇട്ട് നയനെ കൊണ്ട് അനുഗ്രഹിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ നയനയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ ഓർക്കാണ്, ഈ മരുമകൾ ഇവിടെ തന്നെ നിൽക്കുന്നത് നല്ലത്, എങ്കിൽ മാത്രമേ മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള അടി കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനാണെങ്കിൽ ആകപ്പാടെ കട്ട കലിപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പൊ തന്നെ തന്റെ കൈവിട്ടെല്ലാം പോയല്ലോ. ആദർശ് തനിക്ക് വേണ്ടി ചെയ്യാത്തൊരു കാര്യം ഇപ്പം അവക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന് അറിയുമ്പോഴേക്കും ദേവയാനാണെങ്കിൽ വല്ലാത്ത കലിപ്പിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി അടുക്കളയിൽ പോയി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കൊന്ന് ജലജയും നന്നായിട്ട് എരിവ് കയറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ ചേട്ടത്തി, ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ, ഇപ്പൊ എന്തായി, ആദർശിനെ എല്ലാരും കൂടി ബ്രെയിൻ വാഷ് ചെയ്തതാ, അച്ഛനും ജേട്ടനും എല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പൊ അവൻ അവിടെ അടിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും താൻ നയനയുമായിട്ട് അടുപ്പത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ആദർശ്. അങ്ങനെ രാവിലെ തന്നെ നയനെ പതിവ് പോലെ മുറ്റത്ത് കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശന്റെ അതിലേക്കൂടെ വാക്കിങ് ചെയ്യുന്നത് ആദർശ് കാണുന്നു കേട്ടോ. അപ്പോഴേക്കും ആദ്യം മുത്തശ്ശനെ കാണുന്നതിന് മുമ്പ് ആദർശന്റെ പറയാണ്, തുടങ്ങിയോ രാവിലെ കോലം വരയ്ക്കുന്ന പറഞ്ഞിട്ട് വഴക്ക് പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശനെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ വാവ്, അടിപൊളി കോലം, ഇത്രയും കാലമായിട്ടും ഇതുപോലെ നല്ലൊരു കോലം ഞാൻ കണ്ടിട്ട് കൂടിയില്ല, എന്ത് ഡിസൈനാ, എന്ത് ഭംഗിയാ ഇതിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് നയനെ പോയെടുത്തുന്ന പോലെ കാണിക്കുകയാണ്. ഇതേ സമയത്ത് ദേവയാനിയും ജലജയും നവിയും പുറകിൽ നിൽക്കുന്നത് ആദർശ് കാണുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശ് അത് അടി കൊണ്ടുപോലെ നിൽക്കുകയാണ്. അവരും കേട്ടു മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് ഇത് അതിലും വലിയ അബദ്ധമായാലും ഓർത്ത് ആദർശ് പതിയാറിന് എസ്കേപ്പ് ആവാണ്. അപ്പൊ നായനെ ആലോചിക്കുകയാണ്, ആദ്യം വന്നിട്ട് ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നു, ഇദ്ദേഹത്തിന് എന്താണോ സംഭവിച്ചത് എന്നിങ്ങനെ നായനെ മനസ്സിൽ കരുതുന്നു കേട്ടോ. അതിനുശേഷം എല്ലാവരും കൂടി കഴിക്കാനായിട്ട് ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാനുണ്ടോ നയന. സാധാരണ നയനയും ചെറിയമ്മയും ഭക്ഷണം കഴിക്കുന്നവർ ഇരിക്കാറില്ല, എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് അവർ സെപ്പറേറ്റ് മാറിയിരുന്ന കേട്ടോ കഴിക്കാറ്. ഈ സമയത്ത് ആദർശ് പറയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ചെറിയമ്മ അങ്ങോട്ട് ഇരുന്നേ, നയന നീ എന്റെ അടുത്തേക്ക് ഇരുന്നേന്ന് പറഞ്ഞിട്ട് നയനെ പിടിച്ച് ആദർശ് തന്റെ അരികിലേക്ക് ഇരുത്തിയതിനു ശേഷം ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. കഴിക്കും നയനാന്ന് പറഞ്ഞിട്ട്. സാരമില്ല ആദർശിട്ട്, ഞാൻ വിളമ്പിക്കോളാന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, നീ അനന്തപുരി തറവാടിന്റെ മൂത്ത മരുമകളാ, അതായത് എന്റെ ഭാര്യയാണ് ഈ ആദർശിന്റെ, അപ്പൊ നീ മാറിയെന്ന് ഭക്ഷണം കഴിക്കേണ്ടവളല്ല, ഈ ഡൈനിങ് ടേബിളില് എല്ലാവരെക്കാട്ടിലും മുകളിൽ എന്റെ അടുത്തിരുന്ന് കഴിക്കേണ്ടവളാണ് എന്നും പറഞ്ഞിട്ട് ആദർശൻ നയനെ പിടിച്ച് അടുത്തിരുത്തുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് ഫുഡായിട്ട് ആദർശം വിളമ്പി കൊടുക്കുമ്പോൾ മതി ആദർശിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല, നിനക്ക് ഈയിടെ നല്ല ക്ഷീണമുണ്ട് കഴിച്ചെന്നും പറഞ്ഞ് വിളമ്പി കൊടുക്കുന്നൊക്കെ കേട്ടോ. അങ്ങനെ നയന മുറിയിലെ തുണിയൊക്കെ മടക്കൊണ്ടുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഈ സമയത്തിന് ആദർശിന്റെ പുറകെ തന്നെ മുത്തശ്ശന് വരുന്ന കണ്ടിട്ട് ആദർശം നേരെ പോയിട്ട് നയയുടെ തോളത്തൊക്കെ കൈ വെച്ചിട്ട് പറയാണ്, നീ എത്ര സുന്ദരിയാണ്, എന്റെ ഭാഗ്യമാണ് നിന്നെ കിട്ടിയത്, പലതവണ നിന്നെ ഇറക്കി വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അന്നൊക്കെ എന്റെ മനസ്സിലുള്ള ദേഷ്യമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും എനിക്ക് ഭയങ്കര സ്നേഹമാണ്, മുത്തശ്ശനെ മറ്റാരും പറഞ്ഞിട്ടില്ല, എനിക്ക് അതുപോലെ ഇഷ്ടമാണ്, നിന്റെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല, എല്ലാവരും പറഞ്ഞപ്പോൾ മനസ്സിലായത് 2 തവണ നീ എന്റെ ജീവൻ രക്ഷിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ നയനോട് പറഞ്ഞു. മുത്തശ്ശൻ അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കാണ് കേട്ടോ. മുത്തശ്ശൻ ഇത് കേൾക്കുമ്പോൾ നയനോട് സന്തോഷം ചിരിച്ചിടന്ന് പോവാണ്. മുത്തശ്ശൻ പോയത് കണ്ടുതന്നെ ആദർശ് കൈ മാറ്റിയിട്ട് വീണ്ടും തിരിച്ചു പോവാണ്. നയന ഓർക്കാണെങ്കിൽ എന്താ ഈശ്വരൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, കുറച്ച് ദിവസമായല്ലോ തുടങ്ങിയിട്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ മുത്തശ്ശിയും കൂടി സിറ്റ് ഔട്ടിൽ ഇരുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്. അപ്പോഴേക്ക് ഞാൻ എന്നിട്ട് പറയാണ്, ഞാൻ നന്നായിട്ട് സ്കിപ്പ് ചെയ്യുന്ന പറയുമ്പോൾ ഇപ്പൊ എനിക്ക് എന്നൊന്നും നേരമില്ല, നീ പോയെന്ന് പറയുമ്പോൾ എന്നാ എന്നോട് മത്സരിക്കാൻ നിങ്ങൾക്ക് ഭയമാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കോ ഭയമൊന്നും ഇല്ലാന്ന് പറയണം കേട്ടോ ആദർശ്. എങ്കിൽ ചാടെന്നും പറഞ്ഞിട്ട് നയനെ റോപ്പ് ഇറക്കി രണ്ടുപേരും കൂടി ചാടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ലാസ്റ്റ് ആയിട്ട് ആദർശിന്റെ കാല് തന്നെ ഉടക്കിയിട്ട് ആദർശ് തന്നെ മറിഞ്ഞടിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ ആദർശ് തോറ്റു പോകുമ്പോൾ നയന ഇങ്ങനെ തുള്ളിച്ചാടി കയ്യിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയണം, എന്റെ ഒരു വേൾഡ് കപ്പ് ജയിച്ച പോലെ ഉണ്ടല്ലോ നിന്റെ തുള്ളിച്ചാട്ടം എന്ന് പറയുമ്പോൾ നയന പറയണ എന്തായാലും ജയം തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈയടിക്കുകയാണ്. ഇതൊക്കെ മേളിൽ നിന്ന് കാണുന്ന നവിക്കാണെങ്കിലോ ഭയങ്കരമായിട്ട് കലിപ്പാവുന്നുണ്ട് കേട്ടോ. അതേസമയം മുത്തശ്ശൻ പറയാണ്, ഇവിടെ ജയമോ തോൽവിയോ രണ്ടുപേർന്നോ ഒന്നുമില്ല, രണ്ടുപേരും സമമാ, രണ്ടുപേർക്കും ജയവും വിജയവും എല്ലാം പരാജയം എല്ലാം സമമാണ്, അങ്ങനെ കണ്ടൊരു ഭർത്താവും ഭാര്യയും എന്നൊക്കെ മുത്തശ്ശൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ദേവയാനിക്ക് ഒട്ടും സഹായിക്കുന്നില്ല കേട്ടോ. ദേവയാനി ആലോചിക്കാണ്, ഈശ്വര ഇവനെന്ത് പണിയായി കാണിക്കുന്നത്, എന്നോടൊരു വാക്ക് പോലും മിണ്ടുന്ന പോലും ഇല്ല ഇവനിപ്പം. ഏത് നേരം ആ നയനയുടെ പിന്നാലെയാ, ഇവൻ ആകെപ്പാടെ മാറിപ്പോയിന്ന് ദേവയാനി മനസ്സിൽ കരുതുകയാണ്. ഇതേ സമയത്ത് തന്നെ ആദർശ് രാവിലെ ഓഫീസിലേക്ക് പോകാൻ നേരം മുത്തശ്ശി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നയന ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ട് നയനയോട് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ദേവിയനാണെങ്കിൽ അവിടെ ആകെപ്പാടെ അന്താളിച്ചിങ്ങനെ ഇരിപ്പാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയണ, കണ്ടില്ലേ ഏട്ടത്തി, ഇത്രയും വർഷം ഏകദേശം 10-28 വർഷമായിട്ട് ഏട്ടത്തിയോട് അവൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്നത്, എവിടെ പോയാലും ഇപ്പൊ കണ്ടില്ലേ അവന്റെ ഭാര്യയെ കിട്ടിയ പാടെ അവൻ അതുപോലെ മറന്നുപോയി എന്ന് പറയുമ്പോഴാണ് ആദർശ് ഓർക്കുന്നത്, ഈശ്വര അമ്മയോട് പറഞ്ഞില്ലല്ലോ എന്ന്. അമ്മയെ ഞാൻ മറന്നതല്ല, പെട്ടെന്ന് ധൃതി വെച്ച് പോയപ്പോ. അപ്പോഴേക്കും ദേവയാനി ചോദിക്കാണ്, നിന്റെ ഭാര്യയോട് പറയാൻ നീ മറന്നില്ലല്ലോ, പിന്നെ എന്നോട് പറയാൻ മാത്രമാണോ നീ മറന്നെന്ന് ചോദിച്ചിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്. ആദർശ് അങ്ങനല്ലമ്മയെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ദേവയാനി ഇനി അതിന്റെ പേരിൽ വഴക്ക് വേണ്ട, അവൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ജലജ വന്നിട്ട് ദേവിയോട് പറയാണ്, ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടത്തി, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, അപ്പൊ ഏട്ടത്തി ഒന്നും വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ ആദർശിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. മുത്തശ്ശനും ജേട്ടനും എല്ലാം കൂടെ കൂടിയിട്ട് അവന് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അനിയും ചെറിയ ജാനകിയും ഭർത്താവും എല്ലാവരും ഇപ്പൊ അവളുടെ സൈഡാ. ഇപ്പൊ അവളെക്കാളും തിരിഞ്ഞു നിൽക്കുന്നത് ഞാനും എന്റെ മകനും അതുപോലെ തന്നെ ദേവയാനി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അവളുടെ പക്ഷമാണ് എന്ന് ജലജ പറയുന്നു കേട്ടോ. അവക്കാണ് അംഗബലം കൂടുതൽ, അത് മാത്രമല്ല അവൾ ഇനി ഇവിടെ ഭരിക്കാൻ പോവാ. ഏടത്തി ഞാനും ഒക്കെ ഇനി ഇവിടെ പഞ്ചപിച്ച് മടക്കി അവളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നാ മതി. അപ്പോഴേക്കും ദേവയാനി പറയുന്നു, ആരുടെ മുമ്പിൽ അടിമയായിട്ട് ജീവിക്കാനൊന്നും ഈ ദേവയാനി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയോടും പോയിട്ട് ദേവേന് കുറെ ചൂടാവുന്ന ബഹളം വെക്കുന്നൊക്കെ ഉണ്ട്. അവൻ വന്നിട്ട് കുറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിന്റെയും സീൻസ് ആണ്. അവർ തമ്മിൽ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ് ഇതുവരെ മുമ്പിലേക്ക് നിർത്തുകയും ബൈക്ക് പെട്ടെന്ന് മറിഞ്ഞ് അനിയും നന്ദുവും വീഴുന്നുണ്ട്. നന്ദു ഇറങ്ങി ദേഷ്യപ്പെടുമ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങുന്ന അനാമികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അനിയാണല്ലോ, അയ്യോ സോറി എന്നും പറഞ്ഞിട്ട് നന്ദുണ്ട് പറയാണ്, നന്ദു ഈ ബൈക്ക് ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ അവിടെ ആ ബൈക്ക് മേപ്പിച്ചിട്ട് അനിയാണെങ്കിൽ അനാമികയുടെ കൂടെ കയറി പോകുന്നുണ്ട്. നന്ദുവിന് ഇത് കാണാൻ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ആ ബൈക്കിനേക്കാൾ ചവിട്ടം തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെയും കാത്ത ബൈക്കും കൊണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ജാനകി ചെറിയമ്മ ഇതാണ് അവസരം എന്ന് പറഞ്ഞിട്ട് നയനെ പറഞ്ഞു വിടുന്നുണ്ട്. ഈ പാൽ ഗ്ലാസ് ആടുമ്പോൾ എത്രയും പെട്ടെന്ന് അവന്റെ അരികിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അത് ചെറിയമ്മ എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ ഇപ്പൊ നിന്നോട് ഭയങ്കര സ്നേഹത്തിലല്ലേ, ഈ അവസരം വെറുതെ കളയാൻ പാടില്ല, പോകണം എന്ന് പറഞ്ഞിട്ട് പുതിയ സാരിയൊക്കെ ഒഴിപ്പിച്ച് മുല്ലപ്പൂ ഒക്കെ ചൂടി പാലൊക്കെ ആയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശനും പറയുന്നുണ്ട് അവർ ശാന്തി മുഹൂർത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇന്നാണ് അതിന്റെ ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആകെപ്പാടെ ദേവേനിക്ക് കലിപ്പും ദേഷ്യം ഒക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ. നയന പാലും കൊണ്ട് മുറിയിലേക്ക് പോകുന്നതും ആദർശിന് ആ പാൽ ഗ്ലാസ് കൊടുക്കുകയും ആദർശിനെ കുടിക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ അടുത്ത ഒരാഴ്ചയിൽ സംഭവിക്കാൻ പോകുന്ന കാലമാണ് കേട്ടോ. ഇത്രയും ഇനി ലാഘടിപ്പിച്ച് വലിച്ചു കിട്ടി ഓരോ ദിവസം ഓരോരോ സ്റ്റോറീസ് ആയിരിക്കും. ഇന്നത്തെ സ്റ്റോറീസ് എന്താണെന്നുള്ള ഉച്ചയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ തന്നെ ഏകദേശം 11 മണിക്ക് മുമ്പായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടുള്ളത് കൃത്യമായ വീഡിയോ, അതും സ്ക്രീൻഷോട്ടുകൾ സഹിതം. അപ്പോൾ വരുന്ന ന്യൂ ആയിട്ടുള്ള വീഡിയോസ് ഫോട്ടോസും വെച്ചിട്ട് നമ്മൾക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ടുള്ള വരാനിരിക്കുന്ന റിവ്യൂസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.